നമുക്ക് വാട്സപ്പിൽ ഒരുപാട് ഫീച്ചറുകളുണ്ട്. ഓരോ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിലൊന്നൊക്കെ ആയിട്ട് അപ്ഡേറ്റുകൾ, പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്, പുതിയ ഫീച്ചറുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും ചില ഫീച്ചറുകൾ ഉണ്ടായിരുന്നു, എന്നാലും നല്ല രസമായിരുന്നു നമ്മളിങ്ങനെ ആലോചിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ചിലർക്ക് ആവശ്യം വരുന്നത്, എന്നാൽ ചിലർക്ക് ആവശ്യമില്ലാത്ത ഒരു 7 ഫീച്ചർ നമുക്ക് വാട്സപ്പിൽ എക്സ്ട്രാ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു 7 ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിട്ട് ഉപയോഗിക്കുക, ആവശ്യക്കാർ മാത്രം. എന്താ വെച്ചാൽ ഇത് ഒരു ആപ്ലിക്കേഷൻ വെച്ച് ചെയ്യുന്നതാണ്, ചെറിയൊരു ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിലുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽ പറയാം. പിന്നെ മറ്റൊരു കാര്യം പറയുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞെങ്കിൽ നാട്ടിൽ അന്ന് വീട് പണിയുടെ തിരക്കൊക്കെയാണ്, ഒരുപാട് കമൻറ്റ് നോക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. പിന്നെ കുറേ സമയം വേണം ഈ കമൻറ്റ് നോക്കി എല്ലാത്തിനും റിപ്ലൈ ഇടുക. എന്നാലും ഞാൻ അധികം വൈകാണ്ടെന്നല്ല ആ കമൻറ്റും നോക്കി റിപ്ലൈ ഇടുന്നുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ. സമയം നോമ്പും പണിക്കാരും എല്ലാം കൂടി തിരക്കായിട്ടാണ്. അപ്പം അതൊക്കെ അടക്കട്ടെ, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കാം. പിന്നെ അത്യാവശ്യക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. കൂടാതെ ഡിസ്പ്ലേയിലും കൊടുക്കുക ഞാൻ വാട്സപ്പ് നമ്പർ. ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക, കോൾ ചെയ്യുന്നത് ചിലപ്പം കിട്ടിയെന്ന് വരില്ല, മെസ്സേജ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു ചെറിയ ആപ്ലിക്കേഷനാണ് എന്ന് ഞാൻ പറഞ്ഞു, പ്ലേ സ്റ്റോറിലുള്ളതാണ്. നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ സ്മാർട്ട് ടൂൾസ് പ്രോ ബെസ്റ്റ് സോഷ്യൽ മീഡിയ ടൂൾ ആപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ പേര്. അങ്ങനെ ഒന്നും നിങ്ങൾ എഴുതി സെർച്ച് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ആവശ്യക്കാർ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി, ആവശ്യമില്ലാത്തവർ ഡൗൺലോഡ് ചെയ്യേണ്ട. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാണോ മാണ്ടിയോ എന്ന് തീരുമാനിക്കുക. പിന്നെ ആരൊക്കെയോ എൻ്റെ ലാംഗ്വേജ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ലേസമൊന്ന് ഞാൻ മാറ്റം വരുത്താവോ നോക്കിയതാണ്, പക്ഷേ ശരിയാകുന്നില്ല. ഞാൻ എൻ്റെ കയ്യിൽ തന്നെ പറയാം. പിന്നെ അപ്പം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഒന്നിലോട്ടായിക്കോട്ടെ, ഒരു പെർമിഷൻ ചോദിക്കും, അതൊന്ന് അലോ ചെയ്ത് കൊടുക്കുക. ആ ഒരു പെർമിഷൻ മാത്രമേ ചോദിക്കും. അതിന് ശേഷം അതൊന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരിക. ഇവിടെ ഒരു അഗ്രിമെൻ്റ് ചോദിക്കുക, അതൊന്ന് ഓക്കെ കൊടുക്കുക. 7 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടെക്സ്റ്റ് ടു ഇമോജി വേർഡ്, റിപ്പീറ്റ് ദി ടെക്സ്റ്റ്, ബ്ലാങ്ക് വേർഡ്, അതുപോലെ ഡയറക്റ്റ് മെസ്സേജ്, സ്റ്റാറ്റസ് സേവർ, ടെക്സ്റ്റ് പ്ലേ, സ്റ്റൈലിഷ് ടെക്സ്റ്റ് വേർഡ്. ഇതിൽ ഓരോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീഡിയോ ലെങ്ത്ത് കൂടിയിടുമോ ഇല്ലയോ എന്നറിയില്ല, ഒന്ന് നോക്കാം നമ്മൾ. ടെക്സ്റ്റ് ടു ഇമോജി വേർഡ് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ മേലെ നമുക്ക് ഏത് ടെക്സ്റ്റാണ് എഴുതേണ്ടത് അത് അവിടെ എഴുതി കൊടുക്കുക. ഞാനിപ്പോൾ ലവ്, ഇതിൽ ഫ്രീ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് പരസ്യം വരും, അത് ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലവ് എന്ന് എഴുതാം, LOVE ലവ്. അതിന് ശേഷം താഴെ നമുക്ക് ഇമോജി സെലക്ട് ചെയ്യുക. ഏത് ഇമോജിയാണ് നമുക്ക് വേണ്ടത് അതൊന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇമോജി സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമോജി ഒക്കെ വരും. ഇവിടെ ഞാൻ ലവിൻ്റെ പോലത്തെ അത് തന്നെ. അതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ ആ ലവ് എന്നുള്ള ഇതുപോലെ വരും. നമ്മൾ ഏത് ഇമോജിയാണ് സെലക്ട് ചെയ്യുന്നത് അത് ആ ഇമോജി കൊണ്ട് അക്ഷരം എഴുതിയിട്ട് വരും. നല്ല രസമാണ്. അപ്പം ഇത് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ഷെയർ ബട്ടൺ അമർത്തിയിട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം. ഇവിടുന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം. ഒന്നാമത്തത് അത്. രണ്ടാമത്തത് റിപ്പീറ്റ് ദി ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വേർഡ് എത്ര എണ്ണമായിട്ട് വേണമെങ്കിലും എടുക്കുക. അതിന് ടെക്സ്റ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. നമ്മൾ ലവ് എന്ന് തന്നെ ഇടാം. വേഗം എഴുതുന്നുണ്ട്, VE ലവ് എഴുതി. അതിന് ശേഷം നമുക്ക് എത്ര നമ്പറാണ് വേണ്ടി വെച്ചാൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 10 ഇടുക തൽക്കാലം. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഇതങ്ങ് അടിച്ചു കൊടുത്താൽ എന്താ ഇവിടെ നമുക്ക് ഈ ലവ് 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 എന്ന് കാണുന്നുണ്ടോ? അതിപ്പോൾ നമ്മൾ ഈ ന്യൂ ലൈൻ എന്നുള്ളത് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ ഓരോ ലൈനായിട്ട് വരും. അതും ചങ്ങായിമാരൊക്കെ പറ്റിക്കാൻ നല്ലൊരു രസമാണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ ബ്ലാങ്ക് വേർഡ് എന്നുള്ളത് അത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എത്ര നമ്പറാണോ, എത്ര ലെയറായിട്ട് നമുക്ക് വേണ്ടി, എത്ര ലൈനായിട്ടാണ് വേണ്ടതെന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പം 10 സെലക്ട് ചെയ്ത് അതിന് ശേഷം ഇവിടുന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ
ഇവിടെ ഷെയർ കൂടെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു കോൺടാക്റ്റിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യാണ്. അതിലില്ല, നമുക്ക് വേറൊരു കോൺടാക്റ്റ് എടുക്കാം. ഇത് ആയിക്കോട്ടെ, സെൻഡ് കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ വരും ബ്ലാങ്ക്, അതായത് ഒന്നുമില്ലാത്തൊരു കാലി മെസ്സേജ് നമുക്ക് അടന്നിരിക്കാം. ഇനി നമുക്ക് അടുത്തത് നാലാമത്തത് ഡയറക്റ്റ് മെസ്സേജ്. നിങ്ങൾക്കിപ്പോൾ ഒരു സുഹൃത്തിൻ്റെ നമ്പറുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നമ്പറുണ്ട്, ആ നമ്പർ സേവ് ചെയ്യാണ്ട് എങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ഇതിലും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൺട്രി കോഡ്, ഏത് രാജ്യത്താണോ ആ കൺട്രി കോഡ് ഇവിടെ കൊടുക്കുക, അതിനുശേഷം നമ്പറും കൊടുക്കുക. ഈ പരസ്യം ഇതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഈ ആപ്ലിക്കേഷനിലും, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആ നമ്പർ അടിച്ചതിന് ശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്പർ അടിച്ച് സെൻഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക. ഈ മെത്തേഡ് ഞാൻ വേറെ 2-3 വീഡിയോയിൽ ചെയ്തുകൊണ്ടാണ് അത് കാണിക്കാത്തത്. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാം. ഇനി സ്റ്റാറ്റസ് സേവർ, നമ്മൾ കണ്ട സ്റ്റാറ്റസ് ഇതിൽ സേവ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റാറ്റസ് കണ്ടതായത് അത് ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഗ്യാലറിയിൽ സേവ് ആവും. അടുത്തത് ടെക്സ്റ്റ് പ്ലേ എന്ന് പറഞ്ഞാൽ വലിയൊരു ഉപകാരമുള്ളതൊന്നുമല്ല. നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് പല രീതിയിൽ നമുക്കൊന്ന് മാറ്റി മറിക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ മേലെ നമ്മളിവിടെ ടെക്സ്റ്റ് എഴുതുക, ഈ മോഡലൊക്കെയാണ് ഇത് വരിക. ഇതുപോലെ തലതിരിഞ്ഞു ഒക്കെ ആയിട്ട്. ഇനി അടുത്തത് സ്റ്റൈലിഷ് ടെക്സ്റ്റ് വേർഡ്. നമ്മളെ ടെക്സ്റ്റുകൾ, എഴുതുന്ന ടെക്സ്റ്റുകൾ നല്ല സ്റ്റൈലാക്കിയിട്ട് നമുക്ക് സെൻഡ് ചെയ്യാം. അതെങ്ങനെ നോക്കുക, അതായത് ഫോണ്ട് മാറ്റിയിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇതിലുള്ള ഫോണ്ടുകളാണ്, കുറേ ഫോണ്ടുകളുണ്ട്. നമ്മൾ ഇവിടെ ജസ്റ്റ് എക്സാമ്പിൾ ഇവിടെ തന്നെ ഉണ്ട്, ആ എഴുത്ത് ഇവിടെ വന്നത് കണ്ടില്ലേ. ഇതുപോലൊക്കെ നമുക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ ഇവിടുന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ഈ ബട്ടൺ ഞെക്കിയിട്ട്, ഷെയർ ബട്ടൺ ഞെക്കിയിട്ട് ഡയറക്റ്റ് സെൻഡ് ചെയ്യാം. അപ്പം വാട്സപ്പിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന 7 ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.